എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ജൂലൈ 31 കഴിഞ്ഞിട്ടാണോ എന്ന് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. തമ്മിൽ ജൂൺ എന്നാണ് കാണുന്നത്, ഞാൻ ചേഞ്ച് ചെയ്തോളാം. അപ്പം എത്ര നാൾ ഇനി കാത്തിരിക്കേണ്ടി വരും എന്നിങ്ങനെ വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുമുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനോട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്കും +1 ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എപ്പോഴാണെന്നാണ് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നത്. അത് ജൂലൈ 31 കഴിഞ്ഞിട്ടാണോ എന്നും പല വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. അതിന് കാരണമെന്ന് നമുക്ക് ആദ്യം പരിശോധിക്കാം. അതിന് കാരണമെന്ന് വിദ്യാർത്ഥികൾ പറയുന്നത് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ജൂലൈ 2 ആരംഭിക്കും. അപ്പോൾ അതിൻ്റെ അലോട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടല്ലേ ട്രാൻസ്ഫർ വിളിക്കുമെന്ന്. അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട വസ്തുത എന്നത് മുക്കിക്കെട്ട അലോട്ട്മെൻറ്റ് പോലെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അധികം വലിച്ചു നീട്ടിക്കൊണ്ട് പോവുകയില്ല. കാരണം ഈ മാസം 24-ാം തീയതി ക്ലാസ്സുകൾ ആരംഭിക്കും. അതുപോലെ ജൂലൈ 2 സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വിളിക്കുക. അതുകൊണ്ട് തന്നെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് മുക്കിക്കെട്ട അലോട്ട്മെൻറ്റ് പോലെ അധികം വലിച്ചു നീട്ടിക്കൊണ്ട് പോവുകയില്ല. പെട്ടെന്ന് തന്നെ അഡ്മിഷൻ പ്രോസസ്സൊക്കെ അവസാനിപ്പിക്കും. അതായത് 2 അലോട്ട്മെൻറ്റുകൾ ആയിരിക്കും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ ഉണ്ടാകുക. ചില വർഷങ്ങളിൽ 3 കഴിഞ്ഞ വർഷമാണോ കഴിഞ്ഞത്തെ മുമ്പത്തെ വർഷമാണോ അറിയത്തില്ല. കഴിഞ്ഞ വർഷമോ കഴിഞ്ഞത്തെ മുമ്പത്തെ വർഷം 4 സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വരെ വിളിച്ചായിരുന്നു. മുക്കിക്കെട്ടത്തിൽ തന്നെ 3 അലോട്ട്മെൻറ്റുകളേ ഉള്ളൂ, സപ്ലിമെൻ്ററി 4 വിളിച്ചിരുന്നു. അപ്പോൾ മാക്സിമം എല്ലാ വർഷവും 2 വിളിക്കാറുണ്ട്. 2 കൂടുതൽ വിളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉപകാരം വിദ്യാർത്ഥികൾക്ക് തന്നെയാണ്. കിട്ടാതിരിക്കുന്ന കുറേ വിദ്യാർത്ഥികൾക്കും കൂടെ കിട്ടും. അതൊരാശ്വാസകരമാണ്. പക്ഷേ എന്നാലും മാക്സിമം 2 വിളിക്കും. അപ്പോൾ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനെ കുറിച്ച് നമ്മൾ വസ്തുത പറയുകയാണെങ്കിൽ ഈ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് മുമ്പ് ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് വിളിച്ചിരുന്നെങ്കിൽ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫർ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആയേനെ. അത് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നോക്കിയാൽ മതി. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് തന്നെ ഇപ്പോൾ അത്യാവശ്യം വേക്കൻസീസും കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനും അതായത് സപ്ലിമെൻ്ററിക്ക് മുമ്പ് ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് വിളിച്ചിരുന്നെങ്കിൽ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഓപ്ഷൻ ചേഞ്ച് ആയി പോയേനെ. പക്ഷേ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ശേഷം ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് വിളിക്കുകയാണെങ്കിൽ ഒരു 10 പേർ അപേക്ഷിച്ചാൽ 8 പേർക്കും കിട്ടുകയില്ല ട്രാൻസ്ഫർ. എല്ലാ വർഷവും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ശേഷം വിളിക്കുന്ന ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് വലിയ ഗുണമൊന്നും വിദ്യാർത്ഥികൾക്ക് അതിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാറില്ല. അതായത് ഒരു 100 പേര് അപേക്ഷിച്ച 10 പേർക്ക് കിട്ടി, അത്രയേ ഉള്ളൂ. കാരണം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് കഴിയുമ്പോഴത്തേക്കും ഏകദേശം മുഴുവൻ വേക്കൻസീസും ഫില്ലായിട്ടുണ്ടാകും. പിന്നെ അവിടെ ഇവിടെ ഒരു വേക്കൻസി ഉണ്ടെങ്കിൽ ഭാഗ്യം, അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് മുമ്പ് ട്രാൻസ്ഫർ വിളിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു, പല വിദ്യാർത്ഥികൾക്കും നിങ്ങളുടെ ഓപ്ഷൻസ് മാറിക്കിട്ടിയേനെ. കൂടുതൽ വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഗുണം കിട്ടിയേനെന്ന് ചുരുക്കത്തിൽ പറഞ്ഞാൽ കൂടുതൽ വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫറിൻ്റെ ഗുണം ലഭിച്ചേനെ. പക്ഷേ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ശേഷം വിളിക്കുന്നത് കൊണ്ട് തന്നെ ഈ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഗുണം കിട്ടും. പക്ഷേ ബഹുഭൂരിപക്ഷം വിദ്യാർത്ഥികൾ, അതായത് അപേക്ഷിക്കുന്ന 100%, അതായത് അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികളിൽ ഒരു 20-30%, മാക്സിമം പോയ 30% വിദ്യാർത്ഥികൾക്ക് മാത്രമേ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് അപേക്ഷിക്കുന്ന ഒരു 30% പേർക്ക് മാത്രമേ ട്രാൻസ്ഫറൊക്കെ കിട്ടുകയുള്ളൂ. 70% പേരും നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയത് കൊണ്ടൊക്കെ തന്നെ തൃപ്തിപ്പെടേണ്ടി വരും. അതാണ് വാസ്തവം. കേരളത്തിൽ എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ് സംഭവിക്കാറ് എന്നുള്ളത് നിങ്ങൾ ഓർത്തിരിക്കണം, നിങ്ങൾ അറിയണം. കാരണം നിങ്ങൾ ഈ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനെ പ്രതീക്ഷിച്ച് ഒരുപാട് വിദ്യാർത്ഥികളാണ് ഇരിക്കുന്നത്. അതെനിക്ക് കമൻറ്റ് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട്. ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ചോദ്യമാണ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എപ്പോഴാണ്. അപ്പം നിങ്ങൾ ആ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനെ പ്രതീക്ഷിച്ചിരിക്കുന്ന നിങ്ങൾ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൻ്റെ വസ്തുത എന്താണെന്ന് നിങ്ങൾ അറിയണം. അതിനു വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് തന്നെ. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനെ അത്ര വിശ്വാസത്തോടെ, അതായത് തങ്ങൾക്ക് ഇഷ്ടമുള്ള സ്കൂളും ഇഷ്ടമുള്ള കോഴ്സും ലഭിക്കുമെന്ന് വിദ്യാർത്ഥികൾ അമിത പ്രതീക്ഷയോടെയാണ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനെ കാത്തിരിക്കുന്നത്. അമിതമായിട്ടാണ് ഇതിനെ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൻ്റെ വസ്തുത നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾക്കത് കിട്ടുമോ എന്നത് എന്ന് വെച്ചാൽ എല്ലാവർക്കും ട്രാൻസ്ഫർ കിട്ടില്ല എന്നല്ല പറഞ്ഞത്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, 10 പേരെ അപേക്ഷിച്ചാൽ 8 പേർക്കും കിട്ടില്ല, 2 പേർക്കേ കിട്ടുള്ളൂ. കാരണം വേക്കൻസി കാണിയല്ല, വേക്കൻസീസ് ഫില്ലായിട്ടുണ്ടാകും. ഇതാണ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് യഥാർത്ഥ വസ്തുത എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക്
ഇപ്പോൾ തോന്നും, ഇപ്പോൾ പല വിദ്യാർത്ഥികൾക്കും തോന്നും ഞാൻ ഈ പറഞ്ഞ എന്ത് ബഹുത്തരമാണ് ഇവൻ വിളിച്ചു പറഞ്ഞത്, ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് പിന്നെ എന്തിനാണ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് നടത്തുന്നത്, വിദ്യാർത്ഥികൾക്ക് മാറാനല്ലേ എന്നൊക്കെ പല വിദ്യാർത്ഥികൾക്കും തോന്നും. ഇവൻ എന്ത് പൊട്ടത്തരമാണ് വിളിച്ചു പറഞ്ഞത്, ഇവന് ഒരു വകയെ അറിയത്തില്ല. എനിക്ക് കഴിഞ്ഞ വർഷമൊക്കെ അങ്ങനെ കമൻറ്റുകൾ വന്നിട്ടുണ്ട്. എടുത്താ അറിയത്തില്ലെങ്കിൽ പറയാൻ നിൽക്കരുതെന്ന് വരെ കമൻറ്റ് വന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റൊക്കെ കഴിഞ്ഞ് ഒരു +1 +2 കാലഘട്ടത്തിൽ നിങ്ങൾ എത്തിക്കഴിയുമ്പോൾ നിങ്ങൾക്കന്ന് മനസ്സിലാകും ഈ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനെ കുറിച്ച് ഞാൻ ഇന്ന് പറഞ്ഞത്. അന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് നല്ലത്. നിങ്ങളൊരു +2 കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു +1 മാക്സിമം പോയാൽ +1 അല്ലെങ്കിൽ +2 കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും യഥാർത്ഥ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എന്താണെന്ന്. +1ൻ്റെ യഥാർത്ഥ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എന്താണ്. ഇപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവില്ല, കാരണം നിങ്ങളിതുവരെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് അഭിമുഖീകരിച്ചിട്ടില്ല. നിങ്ങൾ ആദ്യമായിട്ടാണ് ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സ് നേരിടുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കതിൻ്റെ പൊരുൾ മനസ്സിലാവില്ല. എനിക്ക് കഴിഞ്ഞ വർഷമൊക്കെ കമൻറ്റ് വന്നിട്ടുണ്ട്, എന്താണ് ബഹുത്തരം വിളിച്ച് പറഞ്ഞതിന് കണക്കുണ്ട്, പൊട്ടനാണോ എന്നൊക്കെ ചോദിച്ച് ഇഷ്ടം പോലെ കമൻറ്റ് വന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങളത് ഓർത്തിരിക്കേണ്ടത് സത്യാവസ്ഥ ഇതാണ്, ട്രാൻസ്ഫറിൻ്റെ സത്യാവസ്ഥ ഇതാണ്. 10 പേര് അപേക്ഷിച്ച് 8 പേർക്ക് കിട്ടിയല്ല. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് മുമ്പ് നടത്തുമായിരുന്നെങ്കിൽ ഒരുപാട് വിദ്യാർത്ഥികൾക്കും കൂടെ കിട്ടിയേനെ. അപേക്ഷിക്കുന്നതിൽ ബഹുഭൂരിപക്ഷം വിദ്യാർത്ഥികൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓപ്ഷനിലേക്ക് മാറി കിട്ടിയേനെ. പക്ഷേ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ശേഷം നടത്തുന്നൊരു ട്രാൻസ്ഫർ നിങ്ങൾക്കതിൻ്റെ വലിയ ഗുണമൊന്നും ലഭിക്കില്ല. എന്തായാലും ഒരു ജൂലൈ 2-ന് അപേക്ഷ വിളിച്ചു കഴിഞ്ഞാൽ ഒരു 3-4 ദിവസം എന്തായാലും അപേക്ഷ കാണും. അതിനുശേഷം ഒരു ജൂലൈ 20-നും 30-നും ഇടയിൽ തന്നെ, അല്ലെങ്കിൽ ഏതാണ്ട് നിങ്ങളൊക്കെ പറഞ്ഞ ടൈം ആകുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. എന്തായാലും ജൂലൈ അവസാനമാകും ട്രാൻസ്ഫർ വരുമ്പോൾ. കാരണം ഈ സപ്ലിമെൻ്ററി ഒക്കെ നടത്തണമല്ലോ, അതിൻ്റെ അഡ്മിഷനൊക്കെ നടത്തണമല്ലോ. മാക്സിമം 2 സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റാണ് ഏറ്റവും കുറഞ്ഞത് നടത്താറ്. ചില വർഷങ്ങളിൽ 4 വരെ പോകാറുണ്ട്. എന്തായാലും അങ്ങനെ, അപ്പോൾ അതിൻ്റെ അഡ്മിഷനൊക്കെ മാക്സിമം പോയി കഴിഞ്ഞാൽ 2 ദിവസമെങ്കിലും കൊടുക്കേണ്ടി വരും. കാരണം 1-ാം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തീർക്കാനാണെങ്കിലും ഇന്ന് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വരികയാണെങ്കിൽ നാളെയും മറ്റന്നാളും എന്തായാലും അഡ്മിഷൻ കാണും. നിങ്ങൾക്ക് ഫസ്റ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ 5-6 ദിവസമൊക്കെ കിട്ടിയിരുന്നു. പക്ഷേ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വരുമ്പോൾ എന്ത് ചെയ്യും, മാക്സിമം ഇന്നും നാളെയും ഇപ്പം ഇന്ന് അലോട്ട്മെൻറ്റ് വരുവാണെങ്കിൽ നാളെയും മറ്റന്നാളും എന്തായാലും കിട്ടും. നാളെ രാവിലെ 10 മണിക്ക് അഡ്മിഷൻ തുടങ്ങി മറ്റന്നാൾ വൈകിട്ട് 5 മണിക്ക് പൂർത്തിയാക്കുന്ന രീതിയിലായിരിക്കും ക്രമീകരിക്കുക. അപ്പോൾ അതുപോലെ തന്നെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എന്തായാലും അങ്ങനെ ആണെങ്കിൽ പോലും ഒരു ജൂലൈ അവസാനത്തോടെ ആകും, എന്തായാലും ഉറപ്പാണത്. ഇത് പറഞ്ഞപ്പം ഞാൻ +1 കയറിയ കഥ എനിക്ക് ഓർമ്മ വരുന്നു. അന്ന് 2022 ഓഗസ്റ്റ് 25-നാണ് ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ ജൂൺ 24-ന് ക്ലാസ്സുകൾ ആരംഭിക്കുവാണ്. ജൂൺ 24 ഞങ്ങളുടെ ബാച്ചിൽ നിന്ന് 2022-ൽ +2 SLC കഴിഞ്ഞിറങ്ങിയ ഞങ്ങളുടെ ബാച്ചിന് ക്ലാസ് തുടങ്ങിയത് ഓഗസ്റ്റ് 25-നാണ് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. ജൂണും കഴിഞ്ഞ് ജൂലൈയും കഴിഞ്ഞ് ഓഗസ്റ്റ് 25-ന്. അപ്പോൾ ഓഗസ്റ്റ് 25-ന് ക്ലാസ്സുകൾ തുടങ്ങിയപ്പോൾ ആ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്നേരം ഓഗസ്റ്റ് 25-ന് ക്ലാസ്സുകൾ തുടങ്ങിയത് ആദ്യത്തെ 3 അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിയിട്ട് മാത്രമായിരുന്നു. അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, തേർഡ് അലോട്ട്മെൻറ്റ് അഡ്മിഷൻ ലഭിച്ചവരെ മാത്രം ഉൾപ്പെടുത്തിയിട്ടായിരുന്നു എന്ത് ചെയ്തത്, അന്ന് ഓഗസ്റ്റ് 25-ന് ക്ലാസ്സുകൾ തുടങ്ങിയത്. അതിന് ശേഷമാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സുകൾ എല്ലാം കഴിഞ്ഞപ്പോൾ ഒക്ടോബർ തീർന്നപ്പോഴാണ് സ്പോട്ട് അഡ്മിഷൻ വരെ കഴിഞ്ഞ് കിട്ടുന്നത്. അതാണ് വാസ്തവം. അന്ന് അത്രയും വൈകിപ്പോയത് കൊണ്ട് അതുകൊണ്ട് +1 വേഗം കഴിഞ്ഞ് കിട്ടി കേട്ടോ. അല്ലേ, ഓഗസ്റ്റ് 25-ന് ക്ലാസ്സുകൾ തുടങ്ങിയതുകൊണ്ട്. അപ്പം നിങ്ങളിപ്പോൾ പറയുമായിരിക്കും ഞങ്ങൾക്കും അങ്ങനെ മതിയായിരുന്നു എന്നൊക്കെ അല്ലേ. ഏതായാലും നേരത്തെ തുടങ്ങുന്നതിന് നല്ലത്, നിങ്ങൾക്ക് അത്ര അധ്യായനം കൂടുതൽ കിട്ടും. അതുകൊണ്ട് ഞങ്ങൾക്ക് അന്ന് ഓഗസ്റ്റ് 25-നായതുകൊണ്ട് അന്ന് ഒരു ഗുണം ലഭിച്ചത് ഓണപ്പരീക്ഷ ഇല്ലായിരുന്നു. ഓണപ്പരീക്ഷ ഒഴികെ ബാക്കി എല്ലാ പരീക്ഷയും ഉണ്ടായിരുന്നു. അതാണ് ഏറ്റവും വലിയ റിസ്ക് എന്ന് പറയുന്നത്. ഓണപ്പരീക്ഷ വരെ പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ, അതായത് ക്രിസ്മസ് പരീക്ഷയ്ക്ക് വേണ്ട പഠിപ്പിക്കേണ്ട സമയത്താണ് ഓണപ്പരീക്ഷയുടെ കാര്യങ്ങൾ വരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അതാണ് വാസ്തവം. എന്തായാലും ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് വസ്തുത ഇതാണ്. നിങ്ങൾ അപേക്ഷിച്ച് നോക്കുക. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ആരും അപേക്ഷിക്കാതിരിക്കാൻ നിൽക്കണ്ട, അപേക്ഷിക്കുക, കിട്ടുമായിരിക്കും.
അല്ലേ? ഞാൻ ഉറപ്പൊന്നും പറയുന്നില്ല. കാത്തിരിക്കാൻ പറ്റും പുതിയ അറിയിപ്പുകൾക്ക് വേണ്ടി. പിന്നെ അലോട്ട്മെൻറ്റ് കഴിഞ്ഞാലും ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകണ്ട. കാരണം നിങ്ങൾക്ക് +1 +2 ഡിഗ്രി കാലഘട്ടത്തിൽ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. ഡിഗ്രി, പോളിടെക്നിക്കോ IT എന്ത് കോഴ്സുകളായാലും അതിൻ്റെ ബന്ധപ്പെട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ കൂടെ ലഭിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാൻ ഓർമ്മിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകളുടെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാനും മടുത്തു, നിങ്ങളും മടുത്തു അല്ലേ? പറഞ്ഞ് ഞാനും മടുത്തു, കേട്ടിരുന്ന് നിങ്ങളും മടുത്തു. ഏതായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. മൈ നെയിം ഇസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോട്ടക്, ദ കരിയർ ഗൈഡൻ. താങ്ക് ഫോർ വാച്ചിങ്. ബൈ. പിന്നെ പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ SLCയുടെ സ്കൂൾ ഗ്രൂപ്പ് ഉണ്ടാവുമല്ലോ, അതിലേക്കൊന്ന് ഷെയർ എത്തിക്കണേ. അല്ലെങ്കിൽ +1 ഗ്രൂപ്പിലേക്ക് ഇടണ്ട, അപ്പോൾ ടീച്ചേഴ്സ് വഴക്കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ SLCയുടെ കഴിഞ്ഞല്ലോ, അതിലേക്ക് ഇട്ടേക്ക് കേട്ടോ. ഒന്നല്ല ഇത്രയും പറഞ്ഞല്ലേ. ഇതാണ് വാസ്തവം. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് വാസ്തവം ഇതാണ്, നിങ്ങൾ അറിയണം. ബൈ.